ഹലോ ഗൈസ്, മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രഹ്മയുഗത്തിന്റെ റിവ്യൂ ആണ്. ആൻഡ് റിവ്യൂ എന്നല്ല, ഒരു ബ്രീഫ് ഓഫ് ബ്രഹ്മയുഗം. ബ്രഹ്മയുഗം എന്ന് പറയുന്നത് ഒരു 17-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന, ഒരു 18-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു സ്റ്റോറി. ആ സ്റ്റോറി ഇന്ന് നമ്മൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിച്ചു തരുന്നു. അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ ഇതുവരെ കാണിച്ചില്ല. ഞാനും ആദ്യമായിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്നത്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുന്നതിലൊരു വിഷയം അങ്ങനത്തെ നമ്മൾ കളർ കണ്ടു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആദ്യമായിട്ട് കാണുന്നു എന്നുള്ളൊരു പ്രോബ്ലം ആർക്കും ഫേസ് ചെയ്തില്ല. അത് തിയേറ്ററിലായാലും വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. നന്നായിട്ട് തന്നെ അവർ വർക്ക് ചെയ്തു ഇതിന്റെ മുകളിൽ. ആൻഡ് ആർട്ട് വർക്ക്, സിനിമാറ്റോഗ്രഫി, BGM, ഇത് മൂന്നും എന്താ പറയുക കോമ്പറ്റീഷൻ. ശരിക്കും ആർട്ടിസ്റ്റുകൾ മത്സരിക്കുന്ന പോലെ തന്നെ ഇവരും മത്സരിച്ചു. അത്രയ്ക്ക് നന്നായിരുന്നു ആ ഒരു കാര്യത്തിൽ. ആർട്ട് വർക്ക് ആയാലും ഫ്രെയിം ബൈ ഫ്രെയിം നമുക്ക് മനസ്സിലാവും. അവര് ഡയറക്ടർ ബ്രില്യൻസും എല്ലാം നമുക്ക് അതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് മമ്മൂട്ടി, അർജുന അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ ഇവരായിരുന്നു അടുത്ത കോമ്പറ്റീഷൻ. ഉഗ്രനായിരുന്നു. ഒരു മൂന്നുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉഗ്രനായിരുന്നു. പക്ഷെ സാഡ് പാർട്ട് ഓഫ് ദിസ് ഫിലിം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊള്ളാം, അത്രേ ഉള്ളൂ. അതായത് ബാക്കി എല്ലാവരും പറയുന്ന അത്ര അടിപൊളി ഭയങ്കരം എന്നൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു ഹൊറർ ഫിലിമാണ് നിങ്ങൾ എല്ലാവരും കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടില്ല. നമ്മൾ ഈ സിനിമയിൽ BGMലും ഹൊറർ ഇങ്ങനെ നമ്മളിങ്ങനെ ഹൊററിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ പെട്ടെന്നൊരു ട്രാൻസിഷൻ വരുന്നത്, അത് എനിക്കൊരു വലിയ പറ്റാത്ത പോലെ തോന്നി. ബാക്കിയുള്ളവർക്കും അത് അധികം പറ്റിയിട്ടുണ്ടാവും. പക്ഷെ എനിക്കത് അത്ര തോന്നി. നമ്മളിങ്ങനെ എന്റെ അടുത്തേക്ക് ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ പേടിച്ച് വരികയായിരുന്നു. പേടിച്ച് വരുമ്പോൾ പെട്ടെന്ന് ആ ട്രാൻസിഷൻ മാറിപ്പോയി. പിന്നെ വേറെ സിറ്റുവേഷനിലേക്ക് മാറി. അങ്ങനെയായിരുന്നു അത് എഡിറ്റർ ബ്രില്യൻസ് ആവാം. നിങ്ങൾ എന്തായാലും ആ സിനിമ കാണുക. എന്നിട്ട് കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. എന്താ നിങ്ങളത് നമുക്ക് തെറ്റാം. ഇതിപ്പോ ഞാനായാലും പറയല്ലോ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പടം ഓവറോൾ ഗുഡ്. ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ് എന്തായാലും, ഷുവറാണ്. അത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂവി കാണുന്നത്. നമ്മൾ അധികം അത്ര എക്സ്പെക്ട് അൺഎക്സ്പെക്ടഡ് എന്നാണല്ലോ, അതേപോലെ. അപ്പോൾ അധികം എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ കാണുക. അടിപൊളി പടം, അത്രേ ഉള്ളൂ. ഒരു ഗംഭീര പടത്തിലേക്ക് ഇതില്ല, അത്രേ ഉള്ളൂ. ദാറ്റ്സ് മൈ റിവ്യൂ ഗൈസ്. ആൻഡ് ഓക്കെ, ബൈ ഗൈസ്. വാച്ച് ദ ഫിലിം ആൻഡ് ഡു കമന്റ് ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഈ കമന്റിൽ അറിയിക്കുക. എന്തായാലും നിങ്ങളും പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. നമ്മുടെ നേരെ ഓപ്പോസിറ്റുള്ളവരുണ്ടാവാലോ. സോ ബൈ ഗൈസ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. ആൻഡ് ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ബൈ.